എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കുട്ടികളുടെ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിൻ്റെ വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അതിലെ 8 പാർട്ട് വീഡിയോ നമ്മൾ നിലവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ 9ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് എന്ന അല്ലെങ്കിൽ എലവേഷൻ ആൻഡ് ഡിപ്രഷൻ എന്ന ഒരു പോർഷനിലെ വീഡിയോ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പേജ് നമ്പർ 125 2 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ്. ഇത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ് 2 വയേഴ്സ് ആർ സ്ട്രെച്ച്ഡ് ടു എയ്തർ സൈഡ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ ഗ്രൗണ്ട്. ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ 2 സൈഡിലേക്കും ഒരു വയർ വലിച്ചിങ്ങനെ കെട്ടിയേക്കാണിത്. ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ടോപ്പിൽ നിന്നും ഈ ഒരു സൈഡിലേക്ക് ഒരു വയർ വലിച്ച് കെട്ടിയിരിക്കുന്നു, ഇപ്പുറ സൈഡിലേക്ക് ഒരു വയർ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഗ്രൗണ്ടിലേക്കാണ്. ഈ ഒരു ഗ്രൗണ്ടിലേക്ക് ഇത് ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം നിൽക്കുന്നത് ഗ്രൗണ്ടിലാണ്. ശ്രദ്ധിക്കുക, ഒരു ഗ്രൗണ്ടിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ്, ഇതാണ് ഇലക്ട്രിക് പോസ്റ്റ്. ഒരു പോസ്റ്റ് നിൽപ്പുണ്ട്. ആ പോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് 2 സൈഡിലേക്കും, എയ്തർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇരുവശങ്ങളിലേക്കൊന്നും, ഒരു വശത്തോട്ട് തന്നെ വരയ്ക്കരുത് ഫിഗർ. എയ്തർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇരുവശങ്ങളിലേക്കും, ഈ ഒരു വശത്തോട്ടും ഈ ഒരു വശത്തോട്ടും, മേക്കിംഗ് ആംഗിൾസ് 55 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി വിത്ത് ദ ഗ്രൗണ്ട്. ഇവിടെ മേക്കിംഗ് ആംഗിൾ 55ഉം 45 ആണ്. ഇവിടെ 55 ഡിഗ്രി, ഇവിടെ 45, 45 ഡിഗ്രി. 55ഉം 45ഉം ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫീറ്റ് ഓഫ് ദ വയേഴ്സ് ഈസ് 25 മീറ്റർ. എടാ, ഈ വയറുകളിൽ, ഈ വലിച്ചു കെട്ടിയേക്കുന്ന ഈ വയറുകൾ കണ്ട, ആ ഇലക്ട്രിക് പോസ്റ്റാണ് ഈ നിൽക്കുന്നത്. പോസ്റ്റ്, ആ ഒരു പോസ്റ്റിൻ്റെ 2 സൈഡിൽ നിന്ന് ഇങ്ങോട്ട് 2 സൈഡിലോട്ട് വലിച്ച് കെട്ടിയേക്കാണ്. ഇവിടെ കെട്ടിയേക്കുന്ന ഈ വയറ് കെട്ടിയേക്കുന്ന ആ ഒരു അറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 25 മീറ്റർ എന്നാണ്. ടോട്ടൽ 25 മീറ്റർ. ടോട്ടൽ വന്നേക്കുന്നതാണ് 25 മീറ്റർ ആണ്. ഫുള്ള് ടോട്ടൽ ലെങ്ത് 25 മീറ്റർ. എടാ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചോദിച്ചേക്കുന്നത്, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ്. പോസ്റ്റിൻ്റെ ഹൈറ്റ് എന്താണ്? ഇതാണ് പോസ്റ്റിൻ്റെ ഹൈറ്റ്, അല്ലെങ്കിൽ എച്ച് എന്ന് കൊടുക്കാം. ഇതാണ് പോസ്റ്റിൻ്റെ ഹൈറ്റ്. ഇവിടെ ശ്രദ്ധിച്ചാൽ ഒരു ട്രയാങ്കിൾ കാണാം. കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ എ ബി സി ഡി എന്ന് പേര് കൊടുത്താൽ നമുക്ക് 2 ട്രയാങ്കിൾ ഇവിടെ ഒന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. ട്രയാങ്കിൾ എ ബി സി അല്ലെങ്കിൽ എ സി ബി. ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു റൈറ്റ് ട്രയാങ്കിളും, ഈ 2 റൈറ്റ് ട്രയാങ്കിളിലെയും കോമൺ സൈഡ് എച്ച് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് കോമൺ സൈഡായിട്ടുള്ള ആളെയാണ് ചോദിച്ചേക്കുന്നത്. ഒരു ഫിഗറിൽ ഒരു കോമൺ സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിനെ വെച്ചുകൊണ്ട് അവിടുത്തെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ഈ എ സി ബി അല്ലെങ്കിൽ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് അവിടുന്ന് എച്ച് കണ്ടുപിടിക്കുക. എ സി ഡി അത് കൺസിഡർ ചെയ്ത് അവിടുന്ന് ഒരു എച്ച് കണ്ടുപിടിക്കാൻ പറ്റും, ഹൈറ്റ് കാണാൻ പറ്റും. അങ്ങനെ 2 ഇടത്തു നിന്നും കിട്ടുന്ന ഹൈറ്റ് സെയിം അല്ലേടാ, കോമൺ സൈഡ് അല്ലേ ഈ എച്ച് എന്ന് പറയുന്നത്. എച്ച് കണ്ടുപിടിച്ച് എച്ചിനെ ഇക്വേറ്റ് ചെയ്താൽ, അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ നമുക്ക് അവിടുന്ന് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ എച്ച് കാണാൻ ഈ ഒരു സൈഡ് നമുക്ക്, ഈ 2 സൈഡുകൾ വേണം. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് ബി സി എന്ന് പറഞ്ഞ സൈഡ് വേണം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ സി ഡി വേണം. ഇവിടെ മക്കൾ നോക്കേണ്ടത് ടോട്ടൽ 25. ടോട്ടൽ 25 മീറ്റർ ആകുമ്പം അതിൽ ഈ ഒരു ഭാഗം നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ ഈ ഒരു ഭാഗം എത്രയാണ്? ടോട്ടൽ, ഇപ്പോൾ ടോട്ടൽ 25. ഒരു എക്സാമ്പിളായിട്ട് ആലോചിച്ചാൽ ടോട്ടൽ 25 എക്സാമ്പിളാണ്, ആ വാല്യൂ വരുമെന്നല്ല പറയാൻ പോകുന്നത്. ടോട്ടൽ 25ൽ ഇത്രയും ഭാഗം 10 ആണെങ്കിൽ ബാക്കി എത്രയാണ്? 25ൽ ഇത്രയും 10. അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 25. അതിൽ ഈ ഭാഗം 10 ആണെങ്കിൽ ഈ ഒരു ഭാഗം 25 - 10 15 എന്ന് വരും. അപ്പം എന്ത് വന്നാലും ടോട്ടലിൽ നിന്ന് ഇതങ്ങ് കുറച്ചാൽ പോരെ. അപ്പോൾ ടോട്ടൽ 25. ഇത്രയും ഭാഗം എന്താണെന്ന് അറിയത്തില്ല, അതിന് എക്സ് എന്ന് കൊടുക്കുക. ഇത്രയും ഭാഗത്തിന് എക്സ് എന്ന് വിളിച്ചാൽ ഈ ഭാഗം എന്താണ്? ആ ടോട്ടലായി 25ൽ നിന്ന് ആ എക്സ് കുറയ്ക്കുന്നതല്ലേ. ടോട്ടൽ 25ൽ ഇത്രയും ഭാഗം എക്സ് ആണെങ്കിൽ ഇത്രയും ഭാഗം 25 - എക്സ്. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ എ ബി സി അല്ലെങ്കിൽ എ സി ബി, റൈറ്റ് ട്രയാങ്കിൾ എ സി ബി കൺസിഡർ ചെയ്യുമ്പം ആംഗിൾ 55 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇല്ല, അഡ്ജസൻറ്റും ഇല്ല, അവരെ തമ്മിൽ കണക്ട് ചെയ്ത് എഴുതുന്നത്. ടാൻ 55 = ഓപ്പോസിറ്റ് ആരാണ്? ഓപ്പോസിറ്റ് എച്ച് ബൈ അഡ്ജസൻ്റ് ആരാ? ഓപ്പോസിറ്റ് എ സി ആണ്, അത് എച്ച് ആണ്. ബൈ അഡ്ജസൻ്റ് ആരാ? എക്സ് ആണ്. എച്ച് ബൈ എക്സ് നമുക്ക് കാണേണ്ടത് എച്ച് ആണ്. എച്ച് കാണാൻ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എച്ച് = എക്സ് ഇൻറ്റു ടാൻ 55. അപ്പോൾ h = x ×
ടാൻ 55ൻ്റെ വാല്യൂ ആണ് എക്സ് ഇൻറ്റു 1.4281. ഓക്കെ, എടാ 3 അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 2 വാല്യൂ വരെ നോക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്തെ വാല്യൂ 5നേക്കാൾ വലുതാണെങ്കിൽ ഇപ്പുറത്ത് 1 കൂട്ടി എഴുതാം. അങ്ങനെ നോക്കുമ്പോൾ h ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 1.42 വരെ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വാല്യൂ 8 ആണ്, 5നേക്കാൾ വലുതാണ്. ഇപ്പുറത്തെ വാല്യൂ 1 കൂട്ടിയാൽ 1.43. h ഈസ് ഈക്വൽ ടു 1.43x. ഓക്കെ, അല്ലെങ്കിൽ h ഈസ് ഈക്വൽ ടു 1.43x എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ എച്ച്. ഒരു എച്ച് കിട്ടി. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ഒരു എച്ച് എഴുതി. ഈ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്ത് ഇവിടെ കൺസിഡർ ട്രയാങ്കിൾ ACD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം അവിടുന്ന് ഒരു എച്ച് കാണാൻ പറ്റും. അവിടെ കൺസിഡർ ചെയ്യേണ്ട ആംഗിൾ 45 ഡിഗ്രിയാണ്. ടാൻ 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാ? എച്ച് ബൈ അഡ്ജസൻ്റ് ആരാണ്? CD ആണ്. അത് 25 മൈനസ് എക്സ് ആണ്. ശ്രദ്ധിച്ച് നോക്കുക, എച്ച് കാണാൻ 25 മൈനസ് എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എച്ച് ഈസ് ഈക്വൽ ടു 25 മൈനസ് എക്സ് ഇൻറ്റു ടാൻ 45. എടാ ടാൻ 45 എച്ച് ഈസ് ഈക്വൽ ടു 25 മൈനസ് എക്സ് ഇൻറ്റു ടാൻ 45. ഞാനവിടെ എഴുതാനോ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ നേരത്തെ മക്കളോട് പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മുമ്പ് ചെയ്ത ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. 30 ഡിഗ്രി, അത് സൈൻ ആയിക്കോട്ടെ കോസ് ആയിക്കോട്ടെ ടാൻ ആയിക്കോട്ടെ, 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി ഈ 3 ആംഗിളാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം വന്നാൽ അവർ ഹിൻ്റായിട്ട് തരത്തില്ല. തരണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ തരണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് സാർ തരാത്തത്. 45ൻ്റെ വാല്യൂ 1 ആണ്. 45ൻ്റെ വാല്യൂ 1. മറന്നു പോയാൽ പെട്ടെന്ന് ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. 45 45 90 വരുന്ന ട്രയാങ്കിൾ വരയ്ക്കുക. അതിൻ്റെ റേഷ്യോ ഓർക്കുക. 1:1:√2. 45ൻ്റെ ഓപ്പോസിറ്റ് 1, 45ൻ്റെ ഓപ്പോസിറ്റ് 1, 90ക്ക് ഓപ്പോസിറ്റ് √2. അപ്പം ടാൻ 45 കാണാൻ ടാൻ 45 ഏതെങ്കിലും 45ലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയാൽ 45 കാണാൻ ഓപ്പോസിറ്റ് ആരാ? 1 ബൈ അഡ്ജസൻ്റ് ആരാ? 1/1 ആൻസർ എത്ര? 1 എന്ന് വെച്ചാൽ ടാൻ 45ൻ്റെ വാല്യൂ 1 ആണ്. മറന്നു പോയാൽ ഇത് അങ്ങനെ വരച്ച് ചെയ്യാം. ഇത് നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. പഠിച്ചു വെക്കാം, അല്ലെങ്കിൽ ഇത് അതുപോലെ ചെയ്യാം. ടാൻ 45ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ h ഈസ് ഈക്വൽ ടു 25 മൈനസ് എക്സ് ഇൻറ്റു 1. ഇപ്പോൾ എന്തിനേയും 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് തന്നെ ആൻസർ വരത്തില്ലടാ. അപ്പോൾ h 25 മൈനസ് എക്സ്. ഇത് 1 ഇക്വേഷൻ നമ്പർ, ഇത് 1 ആണ്. ഇതിപ്പോൾ 2 രണ്ടാമത്തത് കിട്ടി. രണ്ടും h എന്നല്ലേ ലെഫ്റ്റ് സൈഡിൽ, രണ്ടും സെയിമാണ്. ഇവിടെ ഈ ACD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന എച്ചും ACD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന എച്ചും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടിടത്ത് എച്ച് സെയിം അല്ലേ? അപ്പോൾ ഇവർ രണ്ടുപേരും സെയിം ആണ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ സെയിം? 1.43x എന്തിന് ഈക്വലാ? 25 മൈനസ് എക്സിന് ഈക്വലാ. അപ്പോൾ ഈ എക്സ് ഇപ്പുറത്ത് വന്നാൽ 1.43xൻ്റെ കൂടെ മൈനസ് എക്സ് ഇപ്പുറത്ത് വന്നാൽ പ്ലസ് എക്സ് ആവും, ഈക്വൽ ടു 25. 1.43xൻ്റെ കൂടെ ഒരു എക്സ് കൂടെ കൂട്ടിയാൽ 1.43ൻ്റെ കൂടെ ഇപ്പോൾ ഒരു എക്സിൻ്റെ കൂടെ ഒരു എക്സ് കൂടെ കൂട്ടിയാൽ 2x അല്ലേ? അതുപോലെ 1.43xൻ്റെ കൂടെ ഒരു എക്സ് കൂടെ കൂട്ടിയാൽ 2.43x ഈക്വൽ ടു 25. എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു 25/2.43. ഇവിടെ എങ്ങനെയാണോ ചെയ്യുന്നത്? ശ്രദ്ധിച്ചോണം, നോക്കിയാൽ അല്ലേ? അപ്പുറത്തോട്ട് ശ്രദ്ധിച്ചോണം. എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇവിടെ താഴത്തെ വാല്യൂ ഉണ്ട്, ഡിനോമിനേറ്ററിൽ പോയിൻ്റുള്ള വാല്യൂ വന്നാൽ ആ പോയിൻ്റ് മാറ്റാൻ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 2 പോയിൻ്റ് മാറണ്ടേ? ഒരു പോയിൻ്റ് മാറണമെങ്കിൽ 10 കൊണ്ട്, 2 പോയിൻ്റ് മാറാനാണെങ്കിൽ 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 25 താഴെ മാത്രം ചെയ്താൽ മതി, താഴെ ചെയ്താൽ മുകളിലും ചെയ്യണം. 25x100/2.43x100. അപ്പം എങ്ങനെ വരുവാടാ? ഇത് 25x100 2500/100 കൊണ്ട് ഇൻറ്റു 243 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈ 2500-നെ 243 കൊണ്ട് ചെയ്യുക. 243 ഇൻറ്റു ഒരു 10, 243 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്ര വരും? 243 ഇൻറ്റു 10, ഇതിനെ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം 2430 എന്ന് വരും. 243 ഇൻറ്റു 10 2430 ആണ്. ഇൻറ്റു 11 നോക്കിയാൽ എന്തായാലും 2500 മുകളിലായിരിക്കും. അതുകൊണ്ട് 10 വെച്ച് പെട്ടെന്ന് അങ്ങ് ചെയ്ത് മാറ്റി. 243 ഇൻറ്റു 10 2430. 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു 0 കൂടെ കൊടുത്താൽ പോരെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചെയ്തത് എടാ 2500-ൽ നിന്ന് 2430 കുറയ്ക്കുമ്പം ആൻസർ 70 എന്ന് വരും. കുറയ്ക്കുമ്പം 70 പറ്റുക?
ഇല്ല. അപ്പോൾ ഒരു 0 കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക. 243 ഇൻറ്റു 243 ഇൻറ്റു 1 243 243 ഇൻറ്റു 2 243ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പം 400 എത്ര വരും? 243ൻ്റെ ഇരട്ടി 486 എന്ന് വരും. ഓക്കെ, 486 വരും. 486 എന്ന് പറയുമ്പം 243 ഇൻറ്റു 2 486. 2 അല്ലേ? 243 ഇൻറ്റു 2 486. 243 ഇൻറ്റു 3 നോക്കാൻ പോയാൽ 486 പിന്നെ 243 കൂട്ടുമ്പോൾ വലിയ നമ്പറാവും. അപ്പോൾ 700ൻ്റെ മണ്ടയ്ക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ 243 ഇൻറ്റു 2 486 എടുത്തത്. മക്കളെ നോക്കുക, ഇവിടെ 700 നിന്ന് 486 പോയാൽ 700 നിന്നും 486 നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുകയാണ്. 700 നിന്ന് 486 പോകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് വേണം ചെയ്ത് നോക്കാം. 10 നിന്ന് 6 പോയാൽ 4 വരും. ഓക്കെ, അടുത്തത് 10 അല്ലെങ്കിൽ 9 ഇവിടെ വരുന്നത്. 9 നിന്ന് 8 പോയാൽ 1 വരും. ഇവിടെ എത്രയാണ്? 6 അല്ലേ? 6 നിന്ന് 4 പോയാൽ 2 വരും. 214. 214 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി 0 കൊടുത്താൽ മതി. 2140. 243 ഇൻറ്റു 10 2430 ആണ്. അപ്പം ബാക്കിലോട്ട് ഒരു 200 കുറച്ച് വരുമ്പോൾ ഒരു 8 നോക്കാം. 243 ഇൻറ്റു 8 എത്രയാണെന്ന് നോക്കുക. 8 ഇൻറ്റു 3 24 4 ശിഷ്ടം 2. 8 ഇൻറ്റു 4 32 2 34 34 4 ശിഷ്ടം 3 2 16 16 3 16ൻ്റെ കൂടെ 3 കൂടെ ആകുമ്പോഴത്തേക്കും 19 വരും. 1944. അതിൻ്റെ കൂടെ പിന്നെ 243 കൂട്ടാമെന്ന് വിചാരിച്ചാൽ അത് 2140 മണ്ടയ്ക്ക് പോകും. അപ്പം 8 എത്ര വരും? കുറയ്ക്കുമ്പം 2140 നിന്ന് 1944 കുറയ്ക്കുക. 10 10 4 പോകുമ്പം എത്ര വരും? 6 വരും. അടുത്ത നോക്കിയാൽ ശ്രദ്ധിച്ചാൽ ഇവിടെ 13. അവിടെ നിന്ന് ഒന്ന് കടമെടുത്തില്ലേ? അപ്പോൾ 13 നിന്ന് 4 പോയാൽ 9 വരും. ഇവിടെ 21 അല്ലേ? അതിനെ 20 ആക്കാം. 20 നിന്ന് 19 പോയാൽ 1. ഓക്കെ, അപ്പം ഇവിടെ 196 എന്ന് പറയുമ്പം ഒരു 0 കൂടെ കൊടുത്താൽ 1960 ആയി. 1960 ടേബിളിലുണ്ടാ 243ൻ്റെ 1960 അടുപ്പമുള്ളത് 1944. അപ്പം പിന്നെയും 8 വരും. അപ്പം ഇത് ചെയ്ത് നോക്കാം. 1960 നിന്ന് 1944 പോയാൽ ബാക്കി 16 വരും. അപ്പം ഇനി ചെയ്യണമെന്നില്ല, കിട്ടി 10.288 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഒന്ന് പോയിന്റ് കറക്റ്റ് ചെയ്താൽ 10.288 എന്ന് കിട്ടിയാൽ നമ്മളൊന്ന് പോയിന്റ് കറക്റ്റ് ചെയ്താൽ 288. ആ പോയിന്റ് കഴിഞ്ഞാൽ 2 നമ്പർ നോക്കുക. 2 നമ്പറിന് ശേഷം വരുന്ന നമ്പർ, പോയിന്റ് കഴിഞ്ഞാൽ 2 നമ്പർ ഇത്രയും നോക്കിയതിന് ശേഷം 2 നമ്പർ നോക്കിയതിന് ശേഷം അത് കഴിഞ്ഞുള്ള നമ്പർ 5-നേക്കാൾ വലുതാണെന്ന് നോക്കുകയാണ്. 5-നേക്കാൾ വലുതാണ്, കാരണം 8 ആണ്. അപ്പോൾ തൊട്ടിപ്പുറത്തുള്ള നമ്പർ 1 കൂട്ടാം. 10.28 മാറ്റി 1 കൂട്ടുമ്പോൾ 9. ആ നോക്കുന്ന നമ്പർ 5-നേക്കാൾ വലുതാണല്ലേ ചെയ്യാവുള്ളൂ. 5-നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ എഴുതത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10.29. അപ്പം എക്സ് 10.29. എക്സിൻ്റെ വാല്യൂ 10.29 ആണ്. 29 മീറ്റർ എന്ന് പറയാം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിവിടെ എച്ചിനെ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ 2 ഹൈറ്റ് 2 സെയിം ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ സെയിം സാധനങ്ങളല്ലേ. അപ്പോൾ 2 കൂടി ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് ആയി കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അപ്പോഴും വാട്ട് ഈസ് ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ് എന്നാണ്. നമുക്ക് എച്ച് ആയിട്ടില്ല, ഹൈറ്റ് കിട്ടിയിട്ടില്ല, എക്സ് കിട്ടി. എക്സും എച്ചുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിൽ h = 1.43x ആണ്. ഇവിടെ h = 25 - x ആണ്. ഓക്കെ, എവിടെയെങ്കിലും എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ എച്ച് കിട്ടും. ഇക്വേഷൻ നമ്പർ 1-ലോ 2-ലോ എക്സിൻ്റെ വാല്യൂ എടുത്തിട്ട് കൊടുത്താൽ നമുക്ക് എച്ച് കിട്ടത്തില്ലേ? ഇവിടെ നമ്മൾ ഇടുകയാണ് h = 25 - x എന്നാണ്. അപ്പോൾ 25 - എക്സിൻ്റെ വാല്യൂ 10.29. ഇപ്പോൾ 25-ൽ നിന്നും 10.29 കുറച്ചാൽ 10 നിന്ന് 9 പോയാൽ 1. ഇവിടെ എത്ര വരും? ഇവിടെ വരുന്ന 9 ആണ്. 9-ൽ നിന്ന് 2 പോയാൽ 7. പോയിന്റ് ഇടുക. ഇവിടെ ഒരു 4 അവിടോട്ട് കടമെടുത്ത 5-ൽ നിന്ന് കടമെടുത്തൊരു 1 ഉണ്ടല്ലോ, അപ്പം 4 ആയി. 4-ൽ നിന്ന് 0 പോയാൽ 4. 2-ൽ നിന്ന് 1 പോയാൽ 1.
14.71 മീറ്ററാണ് ആൻസർ. എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ് ഈക്വൽ 14.71 മീറ്റർ. ഇതാണ് ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ശ്രദ്ധിച്ചൊന്ന് ചെയ്യുക. ഇത് ഫിഗറൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഫിഗർ വരയ്ക്കുന്നതിനൊക്കെ മാർക്കുണ്ട്. 1 മാർക്ക് ഫിഗർ വരയ്ക്കുന്നതിനാണ്. ഓക്കെ, എലവേഷൻ ഡിപ്രഷൻ പ്രോബ്ലത്തിൽ 1 മാർക്ക് ഫിഗർ വരയ്ക്കുന്നതിനാണ്. അപ്പം ഫിഗർ നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക. ചെയ്ത് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മാത്രമേ ഫിഗർ നമുക്ക് എക്സാമിന് ഇരിക്കുമ്പം വൃത്തിയായി വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 4ാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. മക്കളെ നോക്കുക. ഇവിടെ അപ്പം നമ്മുടെ 4ാമത്തെ ചോദ്യമാണ്. എ പേഴ്സൺ 1.75 മീറ്റർ ടോൾ സ്റ്റാൻഡിങ് അറ്റ് ദ ഫുട്ട് ഓഫ് എ ടവർ സീസ് ദ ടോപ്പ് ഓഫ് എ ഹിൽ 40 മീറ്റർ അവേ അറ്റ് ആൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി. അവിടെ പറയണ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പാർട്ട്. അവിടെ ഒരു 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ, അയാൾ സ്റ്റാൻഡിങ് അറ്റ് ദ ഫുട്ട് ഓഫ് എ ടവർ, ഒരു ടവറിൻ്റെ താഴെ നിൽക്കുകയാണ്. ഒരു 1.75 മീറ്റർ ഉള്ള ഒരാൾ, ഒരു 1.75 മീറ്റർ ഉള്ള ഒരാളാണ്. അയാൾ ഒരു ടവറിൻ്റെ ഒരു ടവറാണിത്. ആ ടവറിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. ടവറിൻ്റെ താഴെ ഒരു ടവർ അതിൻ്റെ താഴെ നിൽക്കുകയാണ്. ഫുട്ട് ഓഫ് എ ടവർ സീസ് ദ ടോപ്പ് ഓഫ് എ ഹിൽ 40 മീറ്റർ എവേ അറ്റ് ആൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി. ഈ ടവറിൻ്റെ താഴെ നിൽക്കുന്ന ഈ 1.75 മീറ്റർ ഉള്ള ഇദ്ദേഹം അപ്പുറത്ത് ഓപ്പോസിറ്റുള്ള ഒരു ഹില്ല് അല്ലെങ്കിൽ ഒരു മല അല്ലെങ്കിൽ ഒരു കുന്ന് കാണുന്നുണ്ട്. അപ്പുറത്തൊരു കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുക. അത് ഇയാളുമായിട്ടുള്ള അകലം, അദ്ദേഹമായിട്ട് ആ ഒരു ടവറിൻ്റെ താഴെ മാറിയല്ലേ അയാൾ നിൽക്കുന്നത്. ആ ടവറിൻ്റെ താഴെ നിന്ന് അയാൾ നോക്കുന്ന ആ ഹില്ലിലേക്കുള്ള അകലം 40 മീറ്ററാണ്. ഓക്കെ, അയാൾ നോക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് ആ ടവർ അപ്പുറത്തെ ആ ഒരു ഹില്ലിൻ്റെ മുകളിലേക്കാണ് നോക്കുന്നത്. എലവേഷൻ എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നാണ് ആംഗിൾ ഓഫ് എലവേഷൻ, മുകളിലോട്ട് നോക്കുകയാണ്. അപ്പോൾ സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്നല്ലേടാ അയാൾ നോക്കുന്ന നേരെയുള്ള വ്യൂവിൽ നിന്നല്ലേ ഈ എലവേറ്റഡ് വ്യൂ വരുന്നത്. ഇവിടെ നിൽപ്പുണ്ട് ആൾ, അവിടുന്ന് സ്ട്രെയിറ്റ് വ്യൂവിൽ നിന്ന് തല പൊക്കി മുകളിലേക്ക് അപ്പുറത്തെ ആ ഒരു മലയുടെ മുകളിലേക്ക് നോക്കുകയാണ്. അപ്പോൾ വരുന്ന ആംഗിളാണ്, അവിടുത്തെ ആംഗിളാണ് 60 ഡിഗ്രി. ഓക്കെ, അതാണ് ഫസ്റ്റ് നമ്മൾ വരച്ചേക്കുന്നത്. ഒരു ടവറാണ്. ആ ഒരു ടവറിൻ്റെ താഴെ നിന്നുകൊണ്ട് അയാൾ അപ്പുറത്തൊരു ഹില്ലിലേക്ക്, ഒരു കുന്നിലേക്ക് അല്ലെങ്കിൽ ഒരു മലയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ നോക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ആ ടവറും അയാൾ നിൽക്കുന്ന ആ ഒരു സ്ഥലവും ആ ടവറിനോട് ചേർന്ന് നിൽക്കുമല്ലേ, അവിടെയും അയാൾ നിൽക്കുന്ന ആ ഒരു താഴ്ഭാഗവും ആ ഒരു ടവറും ആ ഒരു ഹില്ലും തമ്മിലുള്ള അകലമാണ് 40 മീറ്റർ. ഇത് 40 മീറ്റർ ആണെങ്കിൽ ഈ അകലം എന്ത് തന്നെ വരും? 40 മീറ്റർ തന്നെ വരും. ഓക്കെ, അതുപോലെ അയാളുടെ ഉയരം കണ്ടടാ 1.75 അല്ലേ. അപ്പോൾ ഈ അകലം 1.75 ആണെങ്കിൽ ഇത് 1.75 വരത്തില്ലേ. ഇതാണ് ആദ്യത്തെ ആ ഒരു സെൻറ്റൻസ്. ഈ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കുന്നത് ഇവിടം വരെയുള്ളത് വായിച്ചാൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ബാക്കി വായിച്ചാൽ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ. ഇനി ടവറിൻ്റെ ടോപ്പിൽ നിന്നുകൊണ്ട് ഹി സീസ് ഇറ്റ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 50 ഡിഗ്രി. എന്നാൽ അവൻ ആ ടവറിൻ്റെ മുകളിൽ കയറി നിൽക്കുക. ടവറിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ 1.75 മീറ്ററുള്ള ഈ പയ്യൻ ടവറിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇനി എങ്ങോട്ട് നോക്കുക? പിന്നെയും നമ്മുടെ ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് നോക്കുക. ഇപ്പോൾ സ്ട്രെയിറ്റ് വ്യൂ ഉണ്ട്, അവിടെ നിന്നാണ് എലവേറ്റഡ് വ്യൂ വരുന്നത്. അപ്പം ആ ഒരു വ്യൂ അങ്ങനെ നോക്കുന്നതാണ് എത്ര? ഒരു 50 ഡിഗ്രിയിൽ നോക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു മുകൾ ഭാഗം കാണുന്നത്. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് ദ ഹില്ല്. ഈ ഒരു ടവറിൻ്റെ ഹൈറ്റും കാണുക. ടവറിൻ്റെ ഹൈറ്റ് ഇതാണ്. ടവറിൻ്റെ ഹൈറ്റും കാണുക, ഹില്ലിൻ്റെ ഹൈറ്റും കാണുക. പേര് കൊടുത്താൽ ABC എന്ന് കൊടുത്ത് ഇവിടെ DEFG ഇവിടെ വന്നാൽ H. കാരണം ആ ടവറിൻ്റെ ഹൈറ്റ് ഇത്രയാണ്, അതുകൊണ്ട് അവിടെ H കൊടുത്തേക്കുന്നത്. ഇവിടെ ആ ആ ഒരു ആൾ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ടവറുണ്ട്, ടവറിൻ്റെ താഴെ നിന്നുകൊണ്ട് അപ്പുറത്തൊരു കുന്നിലേക്ക് നോക്കുന്നു. അപ്പോൾ കുന്ന് എത്ര അല്ലെ, ഒരു ഹില്ല് 40 മീറ്റർ ദൂരെയാണ്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു, അപ്പുറത്തൊരു കുന്നിലോട്ട് ഞാനിവിടെ ടവറിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അപ്പുറത്തൊരു കുന്നിലേക്ക് നോക്കുകയാണ്. ഞാനും ആ ഒരു കുന്നും തമ്മിലുള്ള അകലമാണ് 40 മീറ്റർ. താഴെ നിന്ന് നോക്കിയിട്ട് പറ്റാതെ അയാൾ എന്ത് ചെയ്യാണ്? മുകളിൽ കയറി നിന്ന് നോക്കുകയാണ്. മുകളിൽ കയറി നിന്ന് നോക്കുമ്പോൾ ഉള്ള ആംഗിളാണ് താഴെ നിന്ന് നോക്കിയപ്പോൾ 60 ഡിഗ്രിയിൽ കാണാൻ പറ്റിയെങ്കിൽ മുകളിൽ കയറി നിന്ന് 50 ഡിഗ്രിയിലാണ് ആ ഒരു ഹില്ലിൻ്റെ മുകൾ ഭാഗം കാണാൻ പറ്റുന്നത്. സാർ ആ പേരൊക്കെ കൊടുത്ത് നമുക്ക് കാണുന്ന കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് ദ ഹില്ല്. എന്താണ്?
ടവറിൻ്റെ ഹൈറ്റ് കാണാം. ടവറിൻ്റെ ഹൈറ്റ് ഏതാടാ? HF. ഇവിടം വരാണ്. താഴ്ഭാഗത്തല്ലേ, ആ താഴെ നിൽക്കുമ്പം നമുക്ക് ആൾ താഴെയല്ലേ നിൽക്കുന്നത്, ഗ്രൗണ്ടിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു ടവറിൽ ആളും ആ ഒരു ടവറിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും വരും ഹൈറ്റ്. ഈ ഹൈറ്റ് കൂട്ടത്തില്ല, കാരണം ടവറിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നിൽക്കുന്ന ആളിൻ്റെ ഹൈറ്റാണിത്. അത് ടവറിൻ്റെ ഹൈറ്റിൽ പെടത്തില്ല. ടവറിൻ്റെ ടോപ്പിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അപ്പം HF ആണ് ടവറിൻ്റെ ഹൈറ്റ്. HF കാണണം. പിന്നെന്തോടെ കാണണ്ട? ഇതും കാണണം. ടോട്ടൽ എന്ന് പറയുമ്പോൾ B മുതൽ E വരെ BEയും കാണണം. അപ്പോൾ ഏതൊക്കെ കാണണം? HFും അറിയത്തില്ല, BEയും അറിയത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, നമ്മൾ ആദ്യം നോക്കിയാൽ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റും. 60 ആയിട്ട് കണക്ട് ചെയ്തൊരു ട്രയാങ്കിളാണ് BGD എന്ന് പറഞ്ഞൊരു ട്രയാങ്കിളുണ്ട്. ആ ട്രയാങ്കിളിൽ നമുക്ക് ഈ BD കാണാൻ പറ്റും. BD എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും, കാരണം ഓപ്പോസിറ്റ് ആണ്, നമ്മുടെ അഡ്ജസൻ്റ് ഉണ്ട്. ഇപ്പോൾ ടാൻ വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് BD കാണാം. BD കണ്ടാൽ നമുക്ക് സിമ്പിളായിട്ട് ആ ഹില്ലിൻ്റെ ഹൈറ്റ് പറയാം. കാരണം ഇവിടം വരെയുള്ള ഈ B മുതൽ D വരെയുള്ള ഹൈറ്റ് കിട്ടിയാൽ അതിൻ്റെ കൂടെ ഈ 1.75 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ഹൈറ്റ് ആയില്ലേ? കിട്ടിയില്ലേ മക്കളെ? അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ആരാ? ആദ്യം കൺസിഡർ ട്രയാങ്കിൾ ഏതാടാ? BGD. BGD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അവിടുത്തെ ആംഗിൾ നോക്കുന്നത് ഈ ഒരു ട്രയാങ്കിൾ, അതിലേക്ക് മാത്രം ഇനി ശ്രദ്ധ വേണം. tan 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാടാ? BD ബൈ അഡ്ജസൻ്റ് ആരാ? GD. അപ്പോൾ ഇവിടെ tan 60 ഈസ് ഈക്വൽ ടു കാണേണ്ട BD ആണ്. BD ബൈ ഈ ഒരു GDയുടെ വാല്യൂ 40 ആണ്. 40 ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ BD കാണാൻ BD ഈസ് ഈക്വൽ ടു 40 ഇങ്ങോട്ട് വന്നാൽ 40 ഇൻറ്റു tan 60 എന്ന് വരും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, tan 60യുടെ വാല്യൂ ഞാൻ നിങ്ങളോട് പറഞ്ഞ് 40 ഇൻറ്റു tan 60 സാറോട് എഴുതാത്തത് 50 എഴുതിയിട്ടുണ്ട്, tan 60 എഴുതാത്തത്. അത് നിങ്ങളോട് പറഞ്ഞ് 30, 45, 60 ഈ വാല്യൂസൊക്കെ നമുക്ക് എക്സാമിന് എന്ത് ചെയ്തില്ല, തരത്തില്ല, നമ്മൾ തന്നെ എഴുതണം. അപ്പോൾ tan 60യുടെ ആ ടേബിൾ ഓർക്കണം. അത് ഓർക്കാൻ വയ്യ എങ്കിൽ നമ്മുടെ 30, 60, 90 വരുന്ന ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. 30, 60, 90യുടെ റേഷ്യോ എന്താണ്? 30, 60, 90 വന്നാൽ റേഷ്യോ 1:√3:2 വന്നു. എന്ന് വെച്ചാൽ 30ക്ക് ഓപ്പോസിറ്റ് 1, 60ക്ക് ഓപ്പോസിറ്റ് √3, 90ക്ക് ഓപ്പോസിറ്റ് 2, 1:√3:2 അല്ലേ? അപ്പോൾ അവിടെ tan 60 കാണാൻ നേരം tan 60 ഈസ് ഈക്വൽ ടു 60യുടെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് എന്നല്ലേ? ഓപ്പോസിറ്റ് ആരാ? √3 ബൈ അഡ്ജസൻ്റ് ആരാ? 1. √3/1ൻ്റെ ആൻസർ എത്ര? √3 എന്ന് പറഞ്ഞാൽ tan 60യുടെ വാല്യൂ √3 ആണ്. 40 ഇൻറ്റു √3. √3ൻ്റെ വില 40 ഇൻറ്റു √3ൻ്റെ വില 1.732. അതൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 1.732. അപ്പം ഈ 1.732 എന്താണ്? 40 കൊണ്ട് ഗുണിക്കണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 1732 4 കൊണ്ട് ഗുണിച്ച്, 40 കൊണ്ട് ഗുണിക്കേണ്ട, ഒരു 0 കൊണ്ട് ഇട്ട് കൊടുത്താൽ 4 കൊണ്ട് ഗുണിച്ചിട്ട് 4 × 2 8, 4 × 3 12, 2 ശിഷ്ടം 1, 7 × 4 28, 1 29, 9 ശിഷ്ടം 2, 4 × 1 4, 2 6, ഒരു 0 കൂടെ കൊടുക്കുക. ഒരു 3 പോയിൻറ്റുമായിട്ട് ഡോട്ട് ഇട്ടാൽ എത്ര വരും? 69.280 എന്നാണ്. 28 എന്ന് എഴുതിയാൽ മതി. ലാസ്റ്റ് യൂണിറ്റ് പ്ലേസിൽ വരുന്ന 0, ഡെസിമൽ നമ്പറിൽ യൂണിറ്റ് പ്ലേസിൽ വരുന്ന 0 ഇടണമെന്ന് നിർബന്ധമില്ല. 69.28 അത്രയും മീറ്ററാണ്. ഇത് എന്തിൻ്റെയാണ്? ഇത് BD ആണ്. BD എന്നുള്ള സംഭവമാണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോഴും നമുക്ക് നമ്മുടെ ഹില്ലിൻ്റെ ആ ഒരു കുന്ന് അല്ലെങ്കിൽ ആ ഒരു മലയുടെ ഉയരം ആയിട്ടില്ല. അപ്പം ഹൈറ്റ് ഓഫ് ദ ഹില്ലിൻ്റെ ഹൈറ്റ് കാണണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ എന്തോടെ കൂട്ടണം? ഈ 69.28ൻ്റെ കൂടെ എന്തോടെ കൂട്ടേണ്ടി വരും? ഇത് ഇപ്പം നമ്മളിത് ഈ താഴെയുള്ള ഇത്രയായി, BD വരെ ആയി. അപ്പോൾ ഇതുകൂടെ വന്നാലേ വരത്തുള്ളൂ. 1.75 കൂടെ കൂട്ടുക. അപ്പോൾ 69.28ൻ്റെ കൂടെ 1.75 കൂടെ ആഡ് ചെയ്യുമ്പോൾ 8ഉം 5 കൂടെ കൂട്ടുമ്പോൾ വരുന്നതാണ് 13 റിമൈൻഡർ 1. 7 + 1 8, 8 + 2 10 0 റിമൈൻഡർ 1. 9 + 1 10, 10 + 1 11 1 റിമൈൻഡർ 1. 6 + 1 7, 71.03 മീറ്റർ. ഇതാണ് ഹൈറ്റ് ഓഫ് ദ ഹില്ല്. അത് തുടച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. മക്കളെ അപ്പോൾ നോക്കുക, ഹൈറ്റ് ഓഫ് ദ ഹില്ല് കിട്ടി, ആ ഒരു കുന്നിൻ്റെ ഉയരം കിട്ടി. നമുക്ക് ടവറിൻ്റെ ഹൈറ്റ് ആണ്. ആ ടവറിൻ്റെ ഹൈറ്റ് ആണ് ശ്രദ്ധിക്കുക. ഈ HF അല്ലേ ടവറിൻ്റെ ഹൈറ്റ്. ഇതുപോലെ പെട്ടെന്ന് ആ ഒരു രീതിയിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ഇതിലൂടെ കൂട്ടിയപ്പോൾ പെട്ടെന്ന് കിട്ടി. അതുപോലല്ല, കുറച്ച് ശ്രദ്ധിക്കണം. നമുക്കിത് ഈ ഒരു
ടവറിൻ്റെ ഹൈറ്റാണ് HF ആണ് ടവറിൻ്റെ ഹൈറ്റ്. ഈ ഒരു ഹൈറ്റ്, ഈ കാണുന്നൊരു ഉയരം. ആൾ നിൽക്കുന്ന ആ ഒരു പോർഷൻ നമുക്ക് വേണ്ട, കാരണം ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അയാളെ കൂടെ കൂട്ടിയാൽ അത് ആളുടെ ഹൈറ്റാണ് നമ്മൾ കൂട്ടുന്നത്. ടവറിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളെ കൂടെ കൂട്ടിയാൽ അയാളുടെ ഹൈറ്റ് അല്ലേ. പക്ഷെ താഴെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ടവർ താഴെയാണ് നിൽക്കുന്നത്. അപ്പം അയാളെയും കൂടെ ഈ ഒരു ആളെയും കൂടെ കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ആ ടവറിനോട് ചേർന്നാണ് നിൽക്കുന്നത്. പുള്ളി നിൽക്കുന്നതിൻ്റെ മണ്ടയ്ക്ക് എന്തായാലും ടവർ വരത്തില്ലല്ലോ. ആളും ഗ്രൗണ്ടിൽ, ടവറും ഗ്രൗണ്ടിലാണ്. പക്ഷേ മുകളിൽ കയറി നിൽക്കുമ്പം ആ ടവറിൻ്റെ മുകളിൽ ആൾ നിന്ന് കഴിയുമ്പം ആ ഒരു നിൽക്കുന്ന സർഫസ് വരെ ടവറുള്ളു, പിന്നെ ആളാണത്. അയാളെ കൂട്ടേണ്ട കാര്യമില്ല നമുക്ക്. അപ്പോൾ ഈ HF ആണ് നമുക്ക് വേണ്ടത്. ഈ HF കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടലുണ്ട്. ടോട്ടലിൽ നിന്ന് ഇത്രയും പോർഷൻ മതി നമുക്ക്. ടോട്ടൽ ഒന്ന് നോക്കുക. ടോട്ടലിൽ നിന്ന് ഈ BCയും കളയണം. BCയും കുറച്ച് ഇതുകൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ HF കിട്ടും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ടോട്ടൽ BEയിൽ നിന്നും ഈ BC കുറയ്ക്കുക, അപ്പോൾ അത്രയും ഭാഗം അങ്ങ് പോയി. പിന്നെ ഈ ആളെയും കൂടെ കുറയ്ക്കുക, അപ്പോൾ ഇത്രയും ഭാഗം അങ്ങ് കട്ടായി. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇത്രയും ഭാഗം കൂടെ കട്ടായി കഴിഞ്ഞാൽ ഇവിടം വരെയൊക്കെയുള്ള ഏകദേശം കട്ടായാൽ കറക്റ്റ് ആ ഒരു ടവറിൻ്റെ ഹൈറ്റാണ് കിട്ടുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന രീതി, ഈ BC നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ 50 ഡിഗ്രി ഉണ്ട്. ഇവിടുത്തെ അതുപോലെ ഇവിടെ 40 ആണ്, 40 മീറ്ററാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പം tan 50 = ഓപ്പോസിറ്റ് BC ആണ് ബൈ അഡ്ജസൻറ്റ് AC ആണ്. AC എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ നമുക്കിവിടെ BC കാണാം. 40 ഇങ്ങോട്ട് കൊടുത്താൽ BC = 40 ഇൻറ്റു tan 50 എന്ന് വരും. 40 ഇൻറ്റു tan 50. ശ്രദ്ധിച്ച് നോക്കിയാൽ BC = 40 ഇൻറ്റു tan 50യുടെ വിലയാണ് 1.1918. 1.1918. അപ്പോൾ ഇവിടെ ആ 1.1918 എന്ന് പറഞ്ഞാൽ 11918 ഇതിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 0 കൂടെ കൊടുത്താൽ മതി. അപ്പോൾ നോക്കുമ്പോൾ 8 ഇൻറ്റു 4 32, 2 ശിഷ്ടം 3, 4 ഇൻറ്റു 1 4 3 7, 9 ഇൻറ്റു 4 36 വരും, 6 ശിഷ്ടം 3, 4 ഇൻറ്റു 1 4, 4 3 7, 4 ഇൻറ്റു 1 4. ഇവിടെ 0 ഉണ്ട്, കാരണം 40 കൊണ്ടല്ലേ ഇൻറ്റു ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം 4 പോയിൻറ്റ് മാറ്റി കുത്തിട്ടാൽ 1 2 3 4, 4 പോയിൻറ്റ് മാറ്റി കുത്തിട്ടാൽ 47.6720. നമുക്ക് 3 ആ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞ് 2 നമ്പർ മതി. ആ 2 നമ്പർ കഴിഞ്ഞ് വരുന്ന നമ്പർ 5-നേക്കാൾ കൂടുതലാണെങ്കിൽ തൊട്ടിപ്പുറത്തെ നമ്പർ 1 കൂട്ടാം. ഇതിപ്പം അത് കഴിഞ്ഞ് വരുന്ന നമ്പർ 2 ആണ്, 5-നേക്കാൾ കുറവാണ്. അപ്പോൾ 47.67. ഓക്കെ, അത്രയും മീറ്റർ എന്ന് എഴുതിയാൽ മതി. ഇത്രയും മീറ്ററാണ് ഈ ഒരു BC കിട്ടി. ഇനി നമുക്ക് എന്ത് കാണാം? എന്തിൻ്റെ ഹൈറ്റ് കാണണം? ഹൈറ്റ് ഓഫ് ദി ടവർ കാണാം. ഹൈറ്റ് ഓഫ് ദ ടവറിൻ്റെ ഹൈറ്റ് കാണാൻ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ എടുക്കും. ടോട്ടലായ 71.03 നിന്നും ഏതൊക്കെ കുറയ്ക്കണം? ഇതും കുറയ്ക്കണം, ഇപ്പം കിട്ടിയ BCയും കുറയ്ക്കണം, ഈ ആളുടെ ഉയരവും കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കുന്നതിന് മുമ്പ് ഈ 2 വാല്യൂയും കൂടെ കൂട്ടിയിട്ട് ഒന്നിച്ചാൽ കുറച്ചാൽ പോരെ. ആ ടോട്ടലിൽ നിന്ന് ഇതും കുറയണം. അപ്പം ഈ 2 സംഭവം കൂടെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് ഇതുകൂടെ കൂട്ടിയിട്ട് അത് ഒന്നിച്ചങ്ങ് കുറച്ച് കളഞ്ഞാൽ പോരെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആരെയൊക്കെ കൂട്ടാൻ പോകുന്നത് 47.67 പ്ലസ് എന്തുകൂടെ കൂട്ടുക? അതിൻ്റെ കൂട്ടത്തിൽ 47.67ൻ്റെ കൂടെ എന്തുകൂടെ കൂട്ടുക? ഈ ആളിൻ്റെ ഹൈറ്റ് കൂടെ കൂട്ടുക, 1.75 കൂടെ കൂട്ടുക, എന്നിട്ട് കുറച്ചാൽ മതി. 71.03 മൈനസ് ആ കൂട്ടുക 47.67 1.75 തമ്മിൽ കൂട്ടുക, എന്നിട്ട് ഒന്നിച്ചങ്ങ് കുറച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ കൂട്ടുമ്പം 7 5 12 2 ശിഷ്ടം 1 7 6 1 7 7 7 14 4 റിമൈൻഡർ 1 7 1 8 8 1 9 49.42 വരും. അപ്പം 49.42 കുറയ്ക്കുക. 71.03 49.42 കുറയ്ക്കുക. ഇപ്പോൾ 71.03 മൈനസ് 49.42 3 2 പോയാൽ 1. ഓക്കെ,
10 ൽ 4 പോയാൽ എത്ര വരും? 6 വരും. പോയിന്റ് കൊടുക്കുക. ഇവിടെ 11 അല്ല, ഇവിടെ നിന്ന് 1 എടുത്തതുകൊണ്ട് ഇത് 10 ആണ്. ഇനി 10 ൽ 9 പോയാൽ 1, ഇതേ ഇവിടെ 6 വരും. 6 ൽ 4 പോയാൽ 2, 21.61 മീറ്റർ. ഇതാണ് ഹൈറ്റ് ഓഫ് ദി ടവർ. ഏറ്റവും അവസാനം ഒന്നുകൂടെ എടുത്തെഴുതുന്നത് നല്ലതായിരിക്കും. ഏറ്റവും ലാസ്റ്റ് ഹൈറ്റ് ഓഫ് ദി ഹില്ല്, ഹൈറ്റ് ഓഫ് ദ ഹില്ല് ഈക്വൽ ടു 71.03 മീറ്റർ. അത് കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ടവർ ഈക്വൽ ടു 21.61 മീറ്റർ. ഇതാണ് ഫൈനൽ ആൻസർ. കണ്ടുപിടിച്ചിട്ടുണ്ട്, രണ്ടും കണ്ടുപിടിച്ചിട്ടില്ല ആരെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചിട്ടുണ്ടാ. എങ്കിലും മെയിൻ ആൻസർ ആയതുകൊണ്ട് രണ്ടും ഒന്നുകൂടെ ലാസ്റ്റ് കൊണ്ടുവന്ന് ഒന്നുകൂടെ എഴുതി. ഹൈറ്റ് ഓഫ് ദി ഹില്ല് 71.03 ആണ്. ഹില്ലിൻ്റെ ഹൈറ്റ് 71.03. ആ ടവറിൻ്റെ ഹൈറ്റ് 21.61 മീറ്റർ. ശ്രദ്ധിച്ച് ചെയ്യണം. ആ ഫിഗർ വരയ്ക്കുന്നതും ഓരോ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് ചെയ്യുന്നതും എല്ലാം ശ്രദ്ധിച്ചോണം. പിന്നെ അതുപോലെ അത് ഇടയ്ക്ക് വന്നപ്പോൾ പറഞ്ഞല്ലോ tan 60യുടെ വില, സൈൻ ആയിക്കോട്ടെ കോസ് ആയിക്കോട്ടെ ടാൻ ആയിക്കോട്ടെ, 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി കണക്ട് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് 30, 45, 60 വരുന്നുണ്ടെങ്കിൽ ആ ആംഗിൾ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരത്തില്ല. തരണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം നമ്മളത് പഠിക്കാൻ ആ ഒരു ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ആംഗിൾസ് എന്ത് ചെയ്യത്തില്ല, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലം ചോദിച്ചാൽ അവർ തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചു വെച്ചോണം. അതല്ലാത്ത ഏത് ആംഗിൾ തന്നാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും. ഓക്കെ.